ഈ ചിത്രം ഒടുവിൽ പ്രേക്ഷകരിലേക്ക് എത്തിയതിൽ എനിക്ക് സന്തോഷവും ആശ്വാസവുമുണ്ട്. പലരും ഇതിനകം തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഒരിക്കൽ എന്തെങ്കിലും ഓൺലൈനിൽ എത്തിയാൽ അത് പിന്നീട് ഒരിക്കലും ഇല്ലാതാകില്ല. ഗായകനും നടനുമായ ദിൽജിത്ത് ദൊസാഞ്ചിന്റെ വാക്കുകളാണ്. ദിൽജിത്തിനെ നായകനാക്കി ഹണി ട്രഹാൻ സംവിധാനം ചെയ്ത ഒരു ചിത്രം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് OTT-യിൽ റിലീസ് ചെയ്തത്. സത്ലജ് C5 പ്ലാറ്റ്ഫോമിൽ പുറത്തു വന്ന സിനിമയ്ക്ക് 48 മണിക്കൂർ മാത്രമായിരുന്നു ആയുസ്. വെറും 48 മണിക്കൂർ. ഇപ്പോൾ C5-ൽ ചിത്രം തിരയുന്നവർ കാണുക, നിങ്ങളുടെ പ്രദേശത്ത് ഈ ഉള്ളടക്കം ലഭ്യമല്ല എന്ന സന്ദേശമാണ്. രാജ്യത്ത് അടുത്തിറങ്ങിയ മികച്ച ബയോപിക്കുകളിൽ ഒന്ന് ഇന്ത്യയിൽ ഇന്ന് ലഭ്യമല്ല. സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഭരണകൂടം അത് നീക്കം ചെയ്തിരിക്കുന്നു. സിഖ് മനുഷ്യാവകാശ പ്രവർത്തകനായ ജസ്വന്ത് സിംഗ് ഖൽറയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് സത്ലജ് ഒരുക്കിയിരിക്കുന്നത്. 1984-നും 1994-നും ഇടയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പഞ്ചാബിൽ നടന്ന നരമേധത്തെ രാജ്യാന്തര തലത്തിൽ തുറന്നു കാട്ടിയ ആളാണ് ജസ്വന്ത് സിംഗ് ഖൽറ. ആയിരക്കണക്കിന് സ്ത്രീകളും യുവാക്കളുമാണ് ഈ കാലയളവിൽ പഞ്ചാബിൽ അപ്രത്യക്ഷരായത്. സിനിമയിൽ പറയുന്ന കണക്ക് പ്രകാരം തരൻ തരൻ എന്ന ഒറ്റ ജില്ലയിൽ മാത്രം 25,000 പേർ. മൃതദേഹ കണക്കിൽ സ്ഥാനക്കയറ്റം ലഭിച്ച ചില പോലീസുകാർ ഇവരുടെ ശവശരീരങ്ങൾ സത്ലജിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. മറ്റു ചിലരെ അജ്ഞാത മൃതദേഹങ്ങളായി അവകാശികൾ അറിയാതെ പൊതുശ്മശാനങ്ങളിലെ ചിതകളിലേക്ക് ഇട്ടു. എന്നാൽ അവർക്കായി ഒരു ശബ്ദമുയർന്നു, ജസ്വന്ത് സിംഗ് ഖൽറയുടെ ശബ്ദം. ആ ഒലി പലതായി, ഒരു മുന്നേറ്റമായി. ഇരുട്ടിനെതിരെയായിരുന്നു ജസ്വന്തിന്റെ പോരാട്ടമെന്ന് ഈ സിനിമ പലവട്ടം പറയുന്നു, കാണിച്ചു തരുന്നു. ഒരു സഹകരണ ബാങ്ക് ഡയറക്ടറിൽ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായുള്ള അദ്ദേഹത്തിന്റെ യാത്രയും വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനായി സഹിച്ച യാതനകളും അഭ്രപാളിയിൽ വൈകാരികത ചോരാതെയാണ് ഹണി ട്രഹാൻ എത്തിച്ചിരിക്കുന്നത്. 1995 സെപ്റ്റംബർ 6-ന് ജസ്വന്ത് സിംഗിനെ തന്റെ വീട്ടിൽ നിന്നും പട്ടാപ്പകൽ പോലീസ് സംഘം തട്ടിക്കൊണ്ടു പോകുന്നിടത്ത് ഈ കഥ പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുന്നു. എന്താണ് അയാൾക്ക് സംഭവിച്ചത് എന്നതിലേക്കാണ് പിന്നീട് സിനിമ സഞ്ചരിക്കുന്നത്. സിനിമ അവിടെ പോലീസുകാരിലേക്ക് തിരിയുന്നു. അർജുൻ രാംപാൽ അവതരിപ്പിച്ച CBI ഉദ്യോഗസ്ഥനിലൂടെ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. വൈകാതെ തന്നെ ജസ്വന്തിന്റെ ജീവിതം അറിയാത്തവർക്ക് പോലും ഫ്രെയിമുകൾക്കിടയിൽ നിന്ന് അയാൾക്ക് എന്തു പറ്റി എന്ന ഉത്തരം ലഭിക്കും. എന്നാൽ സിനിമ അവിടെ മറ്റൊരു ചോദ്യം ഉന്നയിക്കുന്നു: മരണത്തിന് ശേഷം അയാൾക്ക് നീതി ലഭിച്ചോ? മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് എൻ്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ച ഒരച്ഛനെ പരിചയമുള്ള മലയാളികൾക്ക് സത്ലജിൽ നിന്ന് ഒരു പോലീസുകാരന്റെ സ്വപ്നത്തിലേക്ക് കയറി വരുന്ന ജസ്വന്തിന്റെ വാക്കുകൾക്കുള്ളിലെ അർത്ഥം മനസ്സിലാകും. നീതി എന്ന വാക്കിന്റെ ആഴവും അർത്ഥവും. അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ് ഈ ചിത്രത്തിന്റെ മുഖ്യ സവിശേഷത. അതിൽ മുന്നിൽ നിൽക്കുന്നത് ജസ്വന്ത് സിംഗ് ഖൽറയായി എത്തിയ ദിൽജിത്ത് ദൊസാഞ്ച് തന്നെ. എടുത്തു പറയേണ്ട മറ്റൊരു പേര് സുവീന്ദർ വിക്കിയുടേതാണ്. പ്രസിദ്ധനായ SSP സുർജിത് സിംഗ് സുഗ്ഗ എന്ന കഥാപാത്രമായാണ് വിക്കി ഈ ചിത്രത്തിലെത്തുന്നത്. മേലുദ്യോഗസ്ഥൻ തുടർന്ന് നയിക്കുമ്പോൾ മുന്നിലുള്ളത് ആരെന്ന് നോക്കാതെ കുരച്ചു ചാടുന്ന വിശ്വസ്തനായ വളർത്തുമൃഗം, അതാണ് സുഗ്ഗ. വിക്കിയുടെ കണ്ണുകളിൽ അധികാരത്തിൽ ഉന്മത്തനായ ആ കഥാപാത്രമുണ്ട്. സുവീന്ദർ വിക്കിയുടെ കയ്യിൽ ഈ വേഷം ഭദ്രമാണ്. ജസ്വന്തിന്റെ കഥ പറയുമ്പോഴും സിനിമാറ്റോഗ്രാഫർ KU മോഹനന്റെ ഫ്രെയിമുകൾ സുഗ്ഗയ്ക്കൊപ്പവും സഞ്ചരിക്കുന്നുണ്ട്. ഇരുട്ടിനെയും വെളിച്ചത്തെയും ആ ക്യാമറ ഒരേ തീവ്രതയിലാണ് പകർത്തുന്നത്. ഒരു ഡോക്യു ഡ്രാമ സ്വഭാവമുള്ള കഥയെ സിനിമയാക്കി മാറ്റാൻ സംവിധായകന്റെ ഉപകരണവും ഈ ദൃശ്യഭാഷയാണ്. നാല് വർഷം വേണ്ടി വന്നു ഹണി ട്രഹാന് തന്റെ ഈ സൃഷ്ടി ലോകത്തിന് മുന്നിലെത്തിക്കാൻ. ഈ 4 വർഷത്തിനിടയ്ക്ക് സിനിമയുടെ പേര് 2 തവണയാണ് മാറ്റേണ്ടി വന്നത്. ഗല്ലൂഖര എന്ന പേരിൽ 2022-ലാണ് ചിത്രം പ്രഖ്യാപിച്ചത്. കൂട്ടക്കൊലയെ സൂചിപ്പിക്കാൻ സിഖുകാർ ഉപയോഗിക്കുന്ന പദമാണിത്. സെൻസർ ബോർഡിന് മുന്നിലെത്തിയ ചിത്രത്തിന് ആ പേര് നഷ്ടമായി. 21 കട്ടും ബോർഡ് നിർദ്ദേശിച്ചു. കാരണം ലളിതമായിരുന്നു: ഭരണകൂടത്തെ മോശമായി ചിത്രീകരിക്കുന്നു. വിട്ടുകൊടുക്കാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. ടൈറ്റിൽ മാറ്റി. പഞ്ചാബ് 95 എന്നായിരുന്നു പുതിയ പേര്. സെൻസർ ബോർഡിനെതിരെ നിർമ്മാതാക്കൾ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. സെൻസർ ബോർഡിന്റെ റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് കോടതി സിനിമ വിട്ടു. പക്ഷേ അവിടെയും പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നില്ല. 21-ന് പകരം 127 ഇടത്താണ് പുനഃപരിശോധനാ കമ്മിറ്റി കത്രിക വെച്ചത്. ഒടുവിൽ 4 വർഷത്തിന് ശേഷം സത്ലജ് എന്ന പേരിൽ ചിത്രത്തിന്റെ അൺകട്ട് വേർഷൻ OTT-യിലെത്തിയപ്പോഴും വെറും 2 ദിവസം കൊണ്ട് ചോര വീഴ്ത്താതെ ആ സിനിമയെ ഭരണകൂടം അപ്രത്യക്ഷമാക്കി. നിലവിലെ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ചിത്രം ലഭ്യമാകില്ലെന്നാണ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിന്റെ വിശദീകരണം. റിപ്പോർട്ടുകൾ പ്രകാരം ഇതിലെ നിലവിലെ സാഹചര്യം എന്നത് ചിത്രത്തിലെ ചില ഭാഗങ്ങൾ ദേശവിരുദ്ധ ശക്തികൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നതാണ്. അതുകൊണ്ട് തന്നെ ഭരണകൂട ഭീകരതയെപ്പറ്റി തുറന്നു സംസാരിക്കുന്ന സത്ലജിന് പുനർജന്മം നൽകുന്ന ഒരറിയിപ്പ് പുതിയ കാല ഇന്ത്യയിൽ സാധ്യമാണോ എന്ന കാര്യം സംശയമാണ്.